ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് ഒരാളെ കാണാനായിട്ട് പോവുകയാണ്. അത് നമ്മുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പറാട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ ഫാമിലിയിലെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇന്നലെ ഏട്ടൻ അയാളെ പിക്ക് ചെയ്യാനായിട്ട് എയർപോർട്ടിലേക്ക് പോയിരുന്നു. അപ്പോൾ ഒന്നും എനിക്ക് കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പിന്നെ അതല്ലാതെ ഞാൻ വീഡിയോ കോളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ആളെ കാണാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ നമ്മൾ അമ്മയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അമ്മയുടെ വീട്ടിലാണ് അയാളുള്ളത് കേട്ടോ. അപ്പോൾ അതല്ലാതെ നമുക്ക് മാമിയോടും ലിച്ചമ്മളോടും അയാളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ വന്ന ടൈമിലുള്ള എക്സൈറ്റ്മെൻറ്റും ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ ചോദിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നമുക്ക് പോയാലോ? അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് അമ്മയും ഇച്ചൂട്ടനും അച്ഛയും മുത്തേട്ടനും കൂടെ ആട്ടോ. അപ്പോൾ നമ്മളൊരു ബേക്കറി കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. കുറച്ച് ബേക്കറി മേടിക്കാനുണ്ട് അങ്ങോട്ടേക്ക്. അപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് ബേക്കറി ഒക്കെ നോക്കിയിട്ടോ. അപ്പോൾ അതിൽ നിന്ന് 2-3 മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഈ കാണുന്ന മിക്സർ ബർഫി എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ പണ്ട് തൊട്ട് തന്നെ. അത് മേടിച്ച് പിന്നെ ഈ കുറച്ച് സ്നാക്സും കൂടെ മേടിച്ച് ഞങ്ങൾ നേരെ പോവുക കേട്ടോ. അപ്പോൾ അത് വീടെത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്ന കാര്യം അവർക്കൊന്നും അറിയില്ലായിരുന്നു കേട്ടോ. പറഞ്ഞിട്ട് പോകുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ പറയാതെ പോകുന്നത്. അത് അവർക്കും ചെറിയൊരു സർപ്രൈസ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ പോയത്. ഇപ്പോൾ ഞങ്ങളിത് പോകുമ്പോൾ മാമി ഇവിടെ തുടയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം വേഗം മാമി പുറത്തേക്ക് വന്നേ. പിന്നെ ഞങ്ങൾ അകത്ത് കയറി നോക്കിയപ്പോൾ അച്ഛമ്മ കിടക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അച്ഛമ്മയോടൊക്കെ സംസാരിച്ച് പിന്നെ ഇച്ചൂട്ടൻ ഉറങ്ങിയിരുന്നു. ഞാൻ കാറിൽ നിന്ന് അപ്പോൾ ഓനെ കിടത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഓനെ കിടത്തിട്ട് ഞങ്ങൾ നേരെ പോകുന്ന ലച്ചുമോളെ കാണാനായിട്ടാണ്. അപ്പോൾ ഓളാണെങ്കിൽ അത് ചമ്മി നിൽക്കുമായിരുന്നു കേട്ടോ. അച്ഛൻ വന്നത് പ്രമാണിച്ച് അവൾ സ്കൂൾ കളവെടുത്തിരിക്കുകയായിരുന്നു. പിന്നെ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വ്യക്തി, മുത്തേട്ടൻ്റെ മാമനാണ്. മാമനെ ഞാൻ ഫസ്റ്റ് ടൈമായിട്ടോ കാണുന്നത്. അപ്പോൾ മാമനെ കാണാനാണെങ്കിൽ ശരിക്കും അമ്മയുടെ അതേ പകർപ്പാന്ന് തന്നെ പറയാം കേട്ടോ. മാമനെ കണ്ട അമ്മയെ കണ്ടതിൻ്റെ ബാക്കിയാണ്. അത്രയും സാമ്യമുണ്ട് രണ്ടുപേരും തമ്മിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ അവിടേക്ക് വർത്താനം പറഞ്ഞേക്കിരുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.